إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فاتقوا الله عباد الله أوصيكم إياي أولا بتقوى الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ, അവൻ്റെ കലാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കേൽപ്പിച്ച വസിയത്താണ് എന്നതായിരുന്നു കഴിഞ്ഞ ഖുതുബയുടെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞു വച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനേകം ഹദീസുകളിൽ അവിടുന്ന് ഖുർആൻ കൊണ്ട് നമുക്ക് വസിയത്ത് നൽകിയതായി കാണാം. അക്കൂട്ടത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാവുന്ന ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇലെ അറഫ ഖുതുബയിൽ അവിടുന്ന് പറഞ്ഞതായി നമുക്കിങ്ങനെ കാണാം: വഖദ് തറക്തു ഫീകും മാ ലൻ തദില്ലു ബഅദഹു ഇൻ ഇഅ്തസംതും ബിഹി കിതാബല്ലാഹ്. ഇതാ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഉപേക്ഷിക്കുന്നു, നിങ്ങളത് മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല. അള്ളാഹുവിൻ്റെ കിതാബാണത്, പരിശുദ്ധ ഖുർആനാണത്. മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹിയുടെ ഹജ്ജത്തുൽ വദാഇലെ ഖുതുബയിൽ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു: ഇന്നി ഖദ് തറക്തു ഫീകും മാ ഇൻ ഇഅ്തസംതും ബിഹി ഫലൻ തദില്ലു അബദാ കിതാബല്ലാഹി വസുന്നത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ, ഞാൻ നിങ്ങൾക്ക് രണ്ടു കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു, നിങ്ങളത് മുറുകെ പിടിക്കുന്നിടത്തോളം ഒരു കാലത്തും നിങ്ങൾ വഴികേടിലാകുകയില്ല. ഒന്നാമതായി അള്ളാഹുവിൻ്റെ കിതാബും പരിശുദ്ധ ഖുർആനും, ശേഷം അവിടുത്തെ നബിയുടെ സുന്നത്തുമാണത് എന്നവിടുന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഹജ്ജിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലേറെ തവണ പരിശുദ്ധ ഖുർആൻ കൊണ്ടും അവിടുത്തെ സുന്നത്ത് കൊണ്ടും വസിയത്ത് ചെയ്തതായി കാണാം. മറ്റൊരിക്കൽ വിശിഷ്യ അവിടുന്ന് മരണത്തോടടുത്ത സാഹചര്യത്തിൽ ഒരു യാത്രക്കിടയിൽ അവിടുത്തെ മരണം അടുത്തിട്ടുണ്ട്, അവിടുത്തെ ദൗത്യം പൂർത്തിയായിട്ടുണ്ട് എന്ന സൂചന നൽകിയ ഒരു സംസാരത്തിൽ മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വച്ച് അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞതായി കാണാം: വഅന താരികും ഫീകും സഖലൈൻ. രണ്ടു കനപ്പെട്ട ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. അവ്വലുഹുമാ കിതാബല്ലാഹ്. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബാണ്. ഫീഹിൽ ഹുദാ വന്നൂർ. അതിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് സന്മാർഗവും പ്രകാശവുമുണ്ട്. ഹുവ ഹബ്ലുല്ലാഹി മനിത്തബഅഹു കാന അലൽ ഹുദാ. അത് അള്ളാഹു നിങ്ങൾക്ക് ഇട്ടുതന്ന അവൻ്റെ പാശമാണ്. നിങ്ങൾ മുറുകെ പിടിക്കേണ്ടുന്ന, പിടിവിടാതെ കടിച്ചു പിടിക്കേണ്ടുന്ന അള്ളാഹുവിൽ നിന്നുള്ള ബലവത്തായ പാശമാണ്, കയറാണ് പരിശുദ്ധ ഖുർആൻ. മനിത്തബഅഹു കാന അലൽ ഹുദാ. ആരാണോ അതിനെ പിൻപറ്റുന്നത് അവൻ സന്മാർഗത്തിന്മേലാണ്. വമൻ തറകഹു കാന അലദ് ദലാല. ആരതിനെ ഒഴിവാക്കുന്നുവോ അവൻ വഴികേടിലാണ്. ഫഖുദൂ ബികിതാബില്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിക്കുവിൻ. പണ്ഡിതന്മാർ ഈ ഭാഗത്തെ വിശദീകരിക്കവ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആനിനെ
രണ്ട് രൂപത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു. ഫഖുദൂ ബികിതാബില്ലാ എന്നാദ്യം പറഞ്ഞു, ശേഷം പറഞ്ഞു വസ്തംസികൂ ബിഹി, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം പിടിവിടാതെ എന്ന് പറഞ്ഞു. ഇതിനെ ഈ പ്രയോഗത്തിന് വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഫഖുദൂ ബികിതാബില്ലാഹി ബിൽ ഹിഫ്ളി വത്തിലാവ, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ യഥാവിധം പാരായണം ചെയ്യാൻ പഠിക്കുകയും അത് സാധിക്കുന്നത്ര മനഃപ്പാഠമാക്കുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾ അവന്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കണം. വസ്തംസികൂ ബിഹി, വീണ്ടും ആവർത്തിച്ചു, അതിനെ നിങ്ങൾ പിടിവിടാതെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ വസ്തംസികൂഹു ബിഹി ബിൽ അമലി വത്തിബാ, ഖുർആൻ അതിന്റെ ആശയം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് ഖുർആനിനെ പിൻപറ്റി ജീവിക്കുന്നവരായി നിങ്ങൾ ഖുർആനിനെ മുറുകെ പിടിക്കണം. ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്നതിനോടൊപ്പം അത് സാധിക്കും വിധം മനഃപ്പാഠമാക്കുന്നതിനോടൊപ്പം അതിന്റെ ആശയം ഗ്രഹിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് അതനുസരിച്ച് അമൽ ചെയ്ത് ജീവിച്ചുകൊണ്ട് ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് മരണത്തോടടുത്ത ഘട്ടത്തിൽ വസിയത്ത് ചെയ്തതായി സ്വഹാബികൾ നമ്മെ കേൾപ്പിക്കുന്നു. സഹോദരങ്ങളെ, മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വസിയത്ത് ചോദിക്കുകയാണ്. ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു വസിയത്ത് നൽകി, ഊസീക ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്യണമെന്ന് താങ്കൾക്ക് ഞാൻ വസിയത്തായി നൽകുന്നു. അല്ലാഹു ഹറാമാക്കിയത് ഒഴിവാക്കണം, അവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിക്കണം. ഫഇന്നഹു റഅസുൽ അംരി കുല്ലി, കാര്യങ്ങളുടെ ശിരസ് അതാണ്. ദീനിന്റെ ആകത്തുക നിന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന മന്ത്രമാണിത്. നീ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, തഖ്വ മുറുകെ പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വീണ്ടും ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഇതുകൂടാതെ എന്താണ് എനിക്ക് അധികമായി വസിയത്ത് നൽകാനുള്ളത്? സിദ്നി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വാചകമായി കുറിച്ചു, അലൈക ബിതിലാവത്തിൽ ഖുർആനി വദിക്രില്ലാ, നീ അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ അതർത്ഥമറിഞ്ഞു വായിക്കുക. സ്വഹാബത്തിന്റെ പാരായണം കേവല പാരായണമല്ല, ഖതമോദി തീർക്കാനുള്ള വ്യഗ്രതയിൽ ഇങ്ങനെ തിരക്കിട്ട് ഓതുന്ന അർത്ഥമില്ലാത്ത വ്യർത്ഥമായ പാരായണമല്ല. അർത്ഥമറിയാതെ ഖുർആൻ വെറുതെ പാരായണം ചെയ്താൽ കൂലിയില്ല, അതിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്നല്ല നാം പറഞ്ഞത്. മറിച്ച് ഖുർആൻ ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടണമെങ്കിൽ, ഖുർആൻ നമ്മുടെ സന്മാർഗവും പ്രകാശവും നമ്മുടെ ജീവിതത്തിലെ നിത്യസംഭവമായി മാറണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞു വായിക്കണം. അലൈക ബിതിലാവത്തിൽ ഖുർആനി വദിക്രില്ലാ, നീ അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യുക, അതോടൊപ്പം അല്ലാഹുവിനെ സ്മരിക്കുന്ന ദിക്റിൽ മുഴുകുക. ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർള്, ഭൂമിയിൽ നിനക്കത് പ്രകാശമാണ്. വദുഖ്റുൻ ലക ഫിസ് സമാ, ആകാശത്ത് നിനക്കതൊരു നിക്ഷേപമാണ്. അതെ, അല്ലാഹുവിന്റെ കലാം അതർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുകയും അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്യുക എന്നത് പരലോകത്തും ആഖിറത്തിലും ദുനിയാവിലും നമുക്കൊരുപോലെ പ്രകാശവും വെളിച്ചവുമാകുന്ന നിക്ഷേപമാകുന്ന സുഹൃതമാകുന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ട് ധാരാളമായി വസിയത്ത് ചെയ്തതായി നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കും. ഈ വസിയത്ത് മുറുകെ പിടിക്കാൻ പരിശുദ്ധ റമളാൻ മഹത്തായ സുവർണാവസരമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുവല്ലോ, പരിശുദ്ധ ഖുർആൻ അർത്ഥമറിയാതെ ഓതി തീർക്കുക എന്നതിനേക്കാൾ അതർത്ഥമറിഞ്ഞ് ചിന്തിച്ചു പാരായണം ചെയ്യുക എന്നതാണ് നമ്മുടെ ഹൃദയത്തെ അത് സ്വാധീനിക്കാനും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും കാരണമാകുകയുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഹൃദയത്തിന് സ്വാധീനമുണ്ടാക്കുന്ന തലങ്ങളെക്കുറിച്ച്, അതിന്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ച്, ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ധാരാളം ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് പുറത്തുള്ളവർ, വിശിഷ്യ മുൻകാല വേദക്കാർ, അവരിൽ നേർബുദ്ധിയുള്ള ആളുകൾ, നിഷ്പക്ഷമതികളായിട്ടുള്ള മുൻവിധികളില്ലാതെ ഖുർആനിനെ വായിക്കുന്ന ആളുകൾ, അവരിൽ ഖുർആൻ സ്വാധീനം ചെലുത്തുന്നതിനെ പറ്റി പറഞ്ഞു. ചിന്തിക്കണം. മുസ്ലിമീങ്ങളെ കുറിച്ചല്ല ഈ പറയുന്നത്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുഅ്മിനീങ്ങളെ കുറിച്ചല്ല ഇതിലെ പരാമർശം. മറിച്ച് ഇസ്ലാമിന് പുറത്തു നിൽക്കുന്നവർ, അവരിൽ തന്നെ നേർബുദ്ധിയുള്ളവർ, നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ, അവർ ഖുർആൻ കേട്ടാൽ അവർക്കുണ്ടാകുന്ന സ്വാധീനത്തെ പറ്റി അല്ലാഹു പറയുന്നു. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി,
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ തറാ അഅ്യുനഹും തഫീദു മിനദ്ദം, നേരത്തെ പറഞ്ഞതുപോലെ നേർബുദ്ധിയുള്ളവരാണെങ്കിൽ, ചിന്താശേഷി മരിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ, മുൻവിധിയില്ലാതെ നിഷ്പക്ഷമായി ഖുർആനിനെ കേൾക്കുന്നവരാണെങ്കിൽ തഫീദു മിനദ്ദം, അവരുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് ചാലിടും, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. മിമ്മ അറഫു മിനൽ ഹഖ്, സത്യം മനസ്സിലാക്കിയത് നിമിത്തം. ഖുർആനിന്റെ ആയത്തുകളാണ് യഥാർത്ഥ സത്യത്തിന്റെ ഉദ്ഘോഷണം എന്നവർ മനസ്സിലാക്കി അവർ നിലകൊള്ളുന്ന അസത്യത്തിന്റെയും അതുപോലെ തന്നെ അധർമ്മത്തിന്റെയും ചിന്തകൾ അവർ വലിച്ചെറിഞ്ഞ് ശരിയായ ഖുർആനിന്റെ ഹക്കിൽ തിരിച്ചറിവുണ്ടായി അവരുടെ കണ്ണുകൾ സത്യം സ്വീകരിക്കുന്നത് നിമിത്തം നിറഞ്ഞൊഴുകും. യഖൂലൂന റബ്ബന ആമന്ന ഫക്തുബ്നാ മഅ ശാഹിദീൻ, അങ്ങനെ അവർ ഈമാൻ പ്രഖ്യാപിക്കുമെന്നാണ്, അവർ ഇസ്ലാമിനെ പുൽകുമെന്നാണ്, അവർ ഖുർആനിൽ വിശ്വസിക്കുമെന്നാണ്. അവർ പറയും, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു നിന്നിൽ, നിന്റെ കലാമിൽ, പരിശുദ്ധ ഖുർആനിൽ, ഇസ്ലാമിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫക്തുബ്നാ മഅ ശാഹിദീൻ, ഇതിനെ വിശ്വസിച്ച മുസ്ലിമീങ്ങളോടൊപ്പം, മുഅ്മിനീങ്ങളോടൊപ്പം ഞങ്ങളെ ഇസ്ലാമിന് സാക്ഷ്യം വഹിച്ചവരായി നീ രേഖപ്പെടുത്തണമേ എന്ന് ഇസ്ലാമിന് പുറത്തു നിൽക്കുന്നവർ കേൾക്കേണ്ടതുപോലെ ഖുർആൻ കേട്ടാൽ അവർ ഹൃദയത്തിൽ ഈമാൻ കൊണ്ട് അത് അടയാളപ്പെടുത്തുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, അവർക്ക് ഹിദായത്ത് ലഭിക്കാൻ അത് കാരണമാകുമെന്നാണ്. സഹോദരങ്ങളെ, അറിവുള്ളവർ കേട്ടാൽ, അള്ളാഹുവിന്റെ ദീനിൽ അല്പം അറിവ് നേടിയ ആളുകൾ, അള്ളാഹുവിന്റെ ദീനിൽ പഠിക്കേണ്ടതുപോലെ പഠിച്ച ആളുകൾ, അവരെ സ്വാധീനിക്കുന്നതിനെ പറ്റി അള്ളാഹു ഖുർആനിലൂടെ തന്നെ പറയുന്നു, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലി, അവർക്ക് മുമ്പ് ഇൽമ നൽകപ്പെട്ടവർ, അള്ളാഹുവിന്റെ ദീനിന് വിജ്ഞാനം നൽകപ്പെട്ടവർ, ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ, അവർക്കുമേൽ അള്ളാഹുവിന്റെ ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരതാ മുഖം കുത്തി അള്ളാഹുവിന് സുജൂദിൽ വീഴുകയായി. അള്ളാഹുവിന്റെ ദീൻ അല്പസ്വല്പം പഠിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഖുർആനിന്റെ രൂപമാണിത്. അള്ളാഹുവിന്റെ ആയത്തുകളിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടാൽ അവർ മുഖം കുത്തി സുജൂദിൽ വീഴും. ആ സംസാരം നടത്തിയ റബ്ബിന്റെ മുമ്പിൽ അവർ സാഷ്ടാംഗം നമിക്കും. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു മനപരിവർത്തനമില്ലാത്തത്? നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ അള്ളാഹുവിന്റെ കലാം അതിന്റെ ആശയം അറിഞ്ഞിട്ടില്ല, നമ്മൾ അന്വേഷിക്കാനും കണ്ടെത്താനും ശ്രമിച്ചിട്ടില്ല. അന്വേഷിക്കുന്ന ഇസ്ലാമിന് പുറത്തുള്ളവർക്ക് വരെ അത് സ്വീകാര്യോഗ്യമാകുമെന്ന് അള്ളാഹു നേരത്തെ പറഞ്ഞ ആയത്ത് നമ്മൾ കേട്ടല്ലോ. വയഖൂലൂൻ, എന്നിട്ട് അവർ പറയും, സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫഊല, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ നീ എത്ര പരിശുദ്ധനാണ്, നിന്നിൽ വിശ്വാസമില്ലാത്തവർ നിന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന ന്യൂനതകളിൽ നിന്ന്, അവിശ്വാസങ്ങളിൽ നിന്ന്, ദുരാരോപണങ്ങളിൽ നിന്ന് നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര സമ്പൂർണനാണ്. ഇൻ കാന വഅദു റബ്ബിന ലമഫഊല, ഞങ്ങളുടെ റബ്ബിന്റെ വാഗ്ദാനം, പരലോകത്തുള്ള അവന്റെ വാഗ്ദാനം, സ്വർഗ്ഗനരകങ്ങളെ കുറിച്ചുള്ള അവന്റെ മുന്നറിയിപ്പ് അത് സത്യമാണ്. വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ, അങ്ങനെ അവർ സുജൂദിൽ വീഴുകയും അവരുടെ ഭയഭക്തി വർദ്ധിക്കുകയും അള്ളാഹുവിന്റെ മുമ്പിൽ അവർ വിനയാന്വിതരാകുകയും അവർ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി സുജൂദിൽ തുടരുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നു. സാധിക്കാറുണ്ടോ നമുക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കൾ, അവരെ പിൻപറ്റുന്നവർ, സ്വാലിഹീങ്ങൾ, അവരുടെ ഹൃദയങ്ങളിൽ ഖുർആൻ സ്വാധീനം ചെലുത്തുന്നതിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മറിയമിൽ പറഞ്ഞതായി കാണാം. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, അല്ലാഹു അനുഗ്രഹിച്ചവരായ അമ്പിയാക്കൾ, അവരെ മാർഗം പിന്തുടർന്നവർ, സ്വാലിഹീങ്ങൾ. ഇദാ തുത്ലാ അലൈഹിം, ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു അവരെ കുറിച്ച് പറയുന്നു, ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ, പരമകാരുണികനായ റഹ്മാനായ റബ്ബിന്റെ ആയത്തുകൾ അവർ കോതി കേൾപ്പിക്കപ്പെട്ടാൽ ഖറു സുജ്ജദൻ വബുകിയ, അവർ മുഖം കുത്തി സുജൂദിൽ വീഴുകയും കരയുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരാണോ നാം? അമ്പിയാക്കളുടെ, മുർസലീങ്ങളുടെ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ശരിയാമിതം അനുഗമിക്കുന്നവരാണോ നാം? നമ്മുടെ ഹൃദയത്തിൽ ഖുർആൻ സ്വാധീനം ചെലുത്തിയാൽ അള്ളാഹുവിന് സുജൂദുകൾ അധികരിപ്പിക്കാനും സുജൂദിൽ കിടന്ന് ആ കലാമിന്റെ ഉടമസ്ഥനായ റബ്ബിനെ വാഴ്ത്താനും കരയാനും നമുക്ക് സാധിക്കുമെന്നാണ്. ഇത് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വഴി ഏതാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്തു സജദയിൽ നമുക്ക് കാണാം, ഖുർആനിൽ യഥാവിധം വിശ്വസിക്കുന്നവർ, ഖുർആനിൽ സത്യസന്ധമായി ഈമാൻ കൈക്കൊണ്ടവർ ആരാണ് എന്ന് അല്ലാഹു പറയുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഒന്നാമത്തെ റക്അത്തിൽ പാരായണം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കിയ വെള്ളിയാഴ്ച സുബ്ഹി നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ ഈ ആയത്ത് കേൾക്കുന്നു, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു. പക്ഷെ എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഏതാണ് ആയത്ത്? സൂറത്തു സജദയിലെ തിലാവത്തിന്റെ സുജൂദ് നടത്തേണ്ടുന്ന ആയത്ത് ഏതാണ്?
അല്ലാഹു പറഞ്ഞു, ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീൻ ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദാ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. അല്ലാഹുവിന്റെ ആയത്തുകളിൽ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ സത്യസന്ധമായി വിശ്വസിക്കുന്നവർ ഇവരാണ്. ആരാണവർ? ഇദാ ദുക്കിറൂ ബിഹാ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി അവരെ ഉപദേശിച്ചാൽ, ഇതാ ഖുർആനിലേക്ക് നിങ്ങൾ വരൂ, അല്ലാഹുവിന്റെ കലാമിൽ നിങ്ങൾ പറഞ്ഞ ഉത്ബോധനങ്ങൾ സ്വീകരിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ ഖറൂ സുജ്ജദ, ആയത്തോതിയ ഉടനെ നമ്മൾ സുജൂദിൽ വീഴുന്നത് പോലെ, തിലാവത്തിന്റെ സുജൂദ് നടത്തുന്നത് പോലെ അവർ സുജൂദിൽ മുഖം കുത്തി വീഴും. വസബ്ബഹു ബിഹംദി റബ്ബിഹിം, ഏതായത്താണ് അവർ കേട്ടത്? ആയത്തിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ അവർ തസ്ബീഹ് ചെയ്യും, അല്ലാഹുവിന്റെ മഹത്വത്തെ അവർ പ്രകീർത്തിക്കും. വഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം നടിക്കുകയില്ല. ഈ ഭാഗത്തെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുവിന്റെ കലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ആയത്തുകളോതി ഉപദേശിച്ചാൽ യഥാർത്ഥ ഈമാനുള്ളവരാണോ അവർ അഹങ്കരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ലാ ബി ഖുലൂബിഹിം വലാ ബി അബ്ദാനിഹിം, അവർ ഹൃദയങ്ങൾ ആയത്തിന്റെ ആശയം സ്വീകരിക്കുന്നതിൽ നിന്ന് മടിച്ചു നിൽക്കുകയില്ല. ഹൃദയത്തിൽ അഹങ്കാരമില്ലെങ്കിൽ ആ കേൾപ്പിക്കപ്പെട്ട ആയത്തുകളിലേക്ക് അവരുടെ ഹൃദയം കീഴൊതുങ്ങും, അവർക്ക് തിരിച്ചറിവുണ്ടാകും. വലാ ബി അബ്ദാനിഹിം, അവരുടെ അവയവങ്ങളും ശരീരങ്ങളും അതിന് കീഴൊതുങ്ങാൻ അഹങ്കാരം നടിക്കുകയില്ല. ശരീരങ്ങൾ കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ച കൽപ്പനകൾ അവർ അനുസരിക്കും, ഹറാമാക്കിയ കാര്യങ്ങൾ അവർ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തും. ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരായി, ഫഹും ലാ യസ്തക്ബിറൂൻ, അഹങ്കാരം നടിക്കാത്തവരായി അവർ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുകയും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുകയും ചെയ്യും. ഖുർആനിൽ യഥാവിധം വിശ്വസിക്കുന്നവർ ഇവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തതജാഫാ ജുനൂബുഹും അനിൽ മദാജി, അടുത്ത ആയത്തിൽ അവരുടെ വിശദീകരണം കൂടുതലായി അല്ലാഹു നമ്മെ അറിയിച്ചു. തതജാഫാ ജുനൂബുഹും അനിൽ മദാജി, സുഖമായി കിടന്നുറങ്ങുന്ന അവരുടെ മെത്തയിൽ നിന്ന്, അവരുടെ കിടപ്പറകളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ അകലുകയും, യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ, തങ്ങളുടെ റബ്ബിനെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തഹജ്ജുദിന്റെ വേളയിൽ ഭയത്തോടെയും പ്രതീക്ഷയോടെയും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയോടെ, അല്ലാഹുവിന്റെ പ്രതിഫലത്തിൽ അവന്റെ കാരുണ്യത്തിൽ സ്വർഗത്തിലുള്ള അളവറ്റ പ്രതീക്ഷയോടെ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കിടപ്പറയിൽ നിന്ന് അവരുടെ പാർശ്വം അസ്വസ്ഥമായി അകറ്റപ്പെടുകയും, ഉറങ്ങുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഉണർന്ന് നിസ്കരിക്കുന്നതാണ് അവർക്ക് ആസ്വാദനമെന്ന് അവർ തിരിച്ചറിയുകയും, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, ഖുർആൻ സ്വാധീനം ചെലുത്തുന്നവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത്. അവരാണ് യഥാർത്ഥത്തിൽ ഖുർആനിൽ വിശ്വസിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞവർ ഇവരാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? പരിശുദ്ധ റമളാൻ ഇത് വീണ്ടെടുക്കാനുള്ള, ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ മാസം നമുക്കതിന് ഉപയോഗപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശ്വസിക്കുന്നവർ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അല്ലാഹുവിലും അവന്റെ റസൂലിലും പരലോകത്തിലും വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഇവർ മാത്രമാണ് എന്ന് സൂറത്തുൽ അൻഫാലിന്റെ തുടക്കത്തിൽ നമ്മെ കേൾപ്പിച്ച ആയത്തിൽ ആരാണവർ എന്ന് വിശദീകരിച്ചു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, യഥാർത്ഥ മുഅ്മിനീങ്ങൾ, ശരിയായ ഈമാനുള്ളവർ, കറകളഞ്ഞ മുസ്ലിമീങ്ങൾ, ഇദാ ദുകിറല്ലാഹു, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അല്ലാഹുവിന്റെ കലാമിന്റെ വചനങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവർ കോതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളുടെ റബ്ബിൽ പാരത്രികവും ഐഹികവുമായ, ദുന്യവിയും ദീനിയുമായ ദോഷങ്ങളെ തടയലും നന്മകളെ ആഗ്രഹിക്കലുമാകുന്ന സർവ്വ കാര്യങ്ങളിലും അല്ലാഹുവിൽ മാത്രം അവലംബിക്കുന്നവരായിരിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഈമാനുള്ളവർ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അവരുടെ നിലവാരത്തെക്കുറിച്ച് അല്ലാഹു വിശേഷിപ്പിക്കുന്നതാണ്. ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം നടുങ്ങുന്നവരാണോ അവർ? അല്ലാഹുവിന്റെ കലാമോദി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവരാണോ അവർ? അല്ലാഹുവിൽ സർവ്വകാര്യങ്ങളും, ഐഹികവും പാരത്രികവുമായ സർവ്വകാര്യങ്ങളിലും അല്ലാഹുവിൽ മാത്രം സമ്പൂർണമായി അവലംബിക്കുന്ന തവക്കുലാക്കുന്നവരാണ് അവർ. അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അവരുടെ വിശേഷണങ്ങളിൽ ഒന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെടുന്ന
സത്യസന്ധരായ മുഅ്മിനീങ്ങളുടെ വിശേഷണം പറയവേ സൂറത്തു സുമറിൽ പറഞ്ഞതായി കാണാം, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി. അല്ലാഹു ഇതാ ഏറ്റവും നല്ല വൃത്താന്തങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു അവന്റെ കിതാബിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ. പരസ്പര സാദൃശ്യമുള്ള സമാനാർത്ഥതലങ്ങളുള്ള ഒരുപാട് ആയത്തുകൾ അതിലുണ്ട്. ആവർത്തിച്ചാവർത്തിച്ചു പാരായണം ചെയ്യുന്ന മസാനിയായ ആയത്തുകൾ അതിലുണ്ട്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ രോമങ്ങൾ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ ആ ആയത്തുകൾ കേട്ടാൽ, അതാവർത്തിച്ചു പാരായണം ചെയ്യപ്പെട്ടാൽ രോമാഞ്ചമണിയും, അവരുടെ തൊലികൾ രോമാഞ്ചമണിയും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. തൽഫലമായി അവരുടെ തൊലികൾ, ത്വക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള സ്മരണയിലേക്ക് ലോലമാകുകയും അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ലോലമാകുകയും മൃദുലമാകുകയും വിനീതമാകുകയും ചെയ്യും. അല്ലാഹുവിനെ കുറിച്ച് കേട്ടാൽ, ഖുർആനിന്റെ പാരായണം അവർ കേട്ടാൽ, ഖുർആനിന്റെ ആശയം അവർ ചിന്തിച്ച് അവരുടെ തൊലികൾ രോമാഞ്ചമണിയുകയും അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, സ്മരണയിലേക്ക് അവരുടെ ഹൃദയങ്ങൾ ലോലമാകുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ തൊലികൾ രോമാഞ്ചമണിയാറുണ്ടോ? നമ്മുടെ ഹൃദയങ്ങൾ വിനയാന്വിതമാകാറുണ്ടോ? അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് നമ്മൾ ഓടിയെത്താറുണ്ടോ? എങ്കിൽ ഖുർആൻ സ്വാധീനം ചെലുത്തുന്ന ഹൃദയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾ ഉൾപ്പെട്ടു എന്നാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ ഒരാളാണല്ലോ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പുത്രനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹദീദിൽ അവതരിപ്പിച്ച ഒരു ആയത്തിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നില്ലേ സൂറത്തുൽ ഹദീദിലൂടെ, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. മുഅ്മിനീങ്ങൾക്ക്, ഈമാനുള്ളവർക്ക് സമയമായില്ലേ അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്കുള്ള സ്മരണയിലേക്ക്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് വിനീതമാകാനും അല്ലാഹു ഖുർആനിലൂടെ അവതരിപ്പിച്ച സത്യം സ്വീകരിക്കാനും ഈമാനുള്ളവർക്ക് സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. മുൻപ് വേദം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും. അവർക്ക് കിതാബ് നൽകപ്പെട്ടു, തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും വക്താക്കളായിരുന്നു അവർ. അല്ലാഹുവിന്റെ കിതാബിന്റെ ആശയമോ ഉത്ബോധനമോ അവർ ഉൾക്കൊണ്ടില്ല. അവരുടെ മുമ്പിൽ കിതാബുണ്ട്, അവരത് വായിച്ചില്ല, പഠിച്ചില്ല, അതനുസരിച്ച് ജീവിച്ചില്ല. അമ്പിയാക്കൾ അവരിൽ നിന്ന് വേർപെട്ടു. ഫതാല അലൈഹിമുൽ അമദ്, അങ്ങനെ കാലം ദീർഘിച്ചുപോയി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പാറക്കല്ലുകൾക്ക് സമാനമായി കടുത്തുപോയി. അവരുടെ മുമ്പിലുള്ള, അവരുടെ കൈകളിലുള്ള കിതാബുകളുടെ ആശയം സ്വാധീനിക്കാത്ത നിർജീവമായ ഹൃദയങ്ങളെപ്പോലെ കടുത്തുപോയി അവരുടെ ഹൃദയങ്ങൾ. അങ്ങനെ ആകാതിരിക്കാനും ഖുർആനിന്റെ വക്താക്കൾക്ക്, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ? വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും ഫാസിഖുകളായി, അധർമ്മകാരികളായി മരണമടയുണ്ടായി. അവരെ പോലെ ആകാതിരിക്കാൻ ഈമാനുള്ളവർക്ക് സമയമായില്ലേ? സഹോദരങ്ങളെ, ഈ ചോദ്യം, ഇതിലെ മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ എന്ന ചോദ്യം ആദ്യം ബാധിക്കുന്നത് സ്വഹാബത്തിനെയാണ്. ആമിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ പിതാവായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കേട്ടു. അദ്ദേഹം പറഞ്ഞു അത്രേ, അന്നഹു ലം യകുൻ ബൈന ഇസ്ലാമിഹിം വബൈന അൻ അൻസലത് ഹാദിഹിൽ ആയ യുആതിബുഹുമുല്ലാഹു ബിഹാ ഇല്ലാ 4 സിനീൻ. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് സ്വഹാബത്ത്, അവരിൽ ആദ്യകാലക്കാർ ഇസ്ലാം സ്വീകരിച്ചതിന് 4 വർഷത്തിന് ശേഷമാണ്. അതായത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ അധികം ആളുകളും ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു. ആ ഇസ്ലാം സ്വീകരണത്തിന് ശേഷം 4 വർഷം പിന്നിടുമ്പോഴത്തേക്ക്, ഇസ്ലാം അവതരിച്ചിട്ട് 4 വർഷം പിന്നിടുമ്പോഴത്തേക്ക് മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ അല്ലാഹുവിന്റെ കലാമിലേക്കും അവന്റെ സ്മരണയിലേക്കും തിരിച്ചു നടക്കാൻ, ഹൃദയം കടുത്തുപോകാതിരിക്കാൻ, അല്ലാഹുവിന്റെ കലാമിന്റെ ഹഖ് സ്വീകരിക്കാതിരിക്കാൻ, മുൻകാല വേദക്കാരെ പോലെ ഹൃദയം കടുത്തുപോയവരാകാതിരിക്കാൻ സമയമായില്ലേ എന്ന് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ 4 വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു സ്വഹാബത്തിനോട് ആയത്തിറക്കി ചോദിച്ചുവെങ്കിൽ വർഷം എത്രയായി സഹോദരങ്ങളെ? പരിശുദ്ധ ഖുർആൻ നമ്മുടെ കരങ്ങളിലുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, റമദാനുകളിലൂടെ ഖതം ഓതി തീർക്കുന്നുണ്ട്. നമുക്കിനിയും സമയമായില്ലേ? അലം യഅനി ലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക് സമയമായില്ലേ എന്ന ചോദ്യം സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ തറച്ചുവെങ്കിൽ നമ്മുടെ കൽബകത്ത് കൊത്തിവെക്കാൻ ഇനി നമുക്ക് സമയമായില്ലേ? മുൻഗാമികളിൽ സലഫു സ്വാലിഹീങ്ങളിൽ ചിലർ അവരുടെ ജാഹിലിയ കാലഘട്ടത്തിൽ
തോന്നിവാസങ്ങളിൽ അധർമ്മങ്ങളിൽ ജീവിക്കുന്ന സമയത്ത്, മോഷണ സമയത്ത്, അതല്ലെങ്കിൽ അന്യായമായി ആളുകളെ കൊള്ളയടിക്കുന്ന സമയത്ത് ഈ ആയത്ത് പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കുകയാണ് മറക്കപ്പുറത്ത് നിന്ന്. അവർ ചിലർ മോഷ്ടിക്കാൻ വേണ്ടി അറിയപ്പെട്ട കൊള്ളക്കാരനായിരുന്നു. മോഷണ ശ്രമത്തിനിടെ ഒരു മതിൽ കയറുമ്പോ മതിലിനപ്പുറത്ത് നിന്ന് ഈ ആയത്ത് കേൾക്കുകയാണത്രേ. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് മടങ്ങാൻ ഈമാനുള്ളവർക്ക് സമയമായില്ലേ? ഈ ആയത്ത് കേട്ടതും ആ മതിൽ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങി, ഇതാ ഇപ്പോൾ സമയമായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവർ തൗബ ചെയ്തു മടങ്ങി എന്ന് ചരിത്രങ്ങളിൽ കാണാം. സഹോദരങ്ങളെ, സമയം അടുത്തിരിക്കുന്നു, സമയം ദീർഘിച്ചിരിക്കുന്നു, സമയം അതിക്രമിച്ചിരിക്കുന്നു. പരിശുദ്ധ റമദാൻ നമ്മോട് വെളിപ്പാടാകലെ അടുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ നെഞ്ചേറ്റുന്ന, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ഖുർആനിന്റെ വക്താക്കളായി, ഖുർആനിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറാൻ ഈ റമദാൻ നമ്മിലേക്ക് എത്തിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ വിശേഷണങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ അതെണ്ണിയാൽ തീരുകയില്ല. അത് പരിമിതമായ സമയത്ത് ഖുതുബയിലോ സാരോപദേശങ്ങളിലോ അതുപോലെ തന്നെ ഇസ്ലാമികമായ പ്രഭാഷണങ്ങളിലോ അതിനെക്കുറിച്ചുള്ള വർണ്ണനകൾ വാചകങ്ങളിൽ ഒതുക്കാൻ സാധിക്കാത്തത്ര വിധം അതീതമാണ്. മുൻഗാമികളിൽ ചിലർ പരിശുദ്ധ ഖുർആനിന്റെ ആകത്തുകയെപ്പറ്റി, പരിശുദ്ധ ഖുർആനിന്റെ മനോഹാരിതയെപ്പറ്റി, അതിന്റെ അത്ഭുതങ്ങളെപ്പറ്റി, അതിന്റെ വർണ്ണനകളെപ്പറ്റി കുറിച്ച ചില വാചകങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. വൽ ഖുർആനുൽ അദീം, അല്ലാഹുവിന്റെ കലാമായ മഹത്തായ ഖുർആൻ. മൻ ഇബ്തഗൽ ഹുദാ മിൻ ഗൈരിഹി അളല്ലഹുല്ലാഹ്. ആരാണോ ഈ ഖുർആൻ വിട്ട് സന്മാർഗത്തെ തേടിയത്, ഈ ഖുർആനിന്റെ സന്ദേശത്തെ കൈയൊഴിഞ്ഞ് നല്ലതെന്നും മെച്ചപ്പെട്ടതെന്നും കരുതി ഖുർആനേതര ആശയങ്ങളെ പുൽകുന്നവരാരാണോ, ഖുർആനല്ലാത്ത സന്ദേശങ്ങളെ പുൽകുന്നവരാരാണോ, അളല്ലഹുല്ലാഹ്, അല്ലാഹു വരെ വഴികേടിലാക്കുക തന്നെ ചെയ്യും. ഖുർആൻ വിട്ട് നന്മയാഗ്രഹിക്കുന്നോ നിങ്ങൾ? ഖുർആൻ വിട്ട് അന്തസ് ആഗ്രഹിക്കുന്നോ നിങ്ങൾ? ഖുർആൻ പഠിക്കാതെ പ്രതാപം ആഗ്രഹിക്കുന്നോ നിങ്ങൾ? ഖുർആൻ മക്കൾക്ക് പകർന്നു നൽകാതെ മക്കൾക്ക് ഭൗതികമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കി വാരിക്കോരി നൽകുന്നോ നിങ്ങൾ? ഖുർആൻ കൈയൊഴിഞ്ഞ് ഖുർആന്റെ വക്താക്കളെ നിങ്ങൾ എന്തു നന്മയാഗ്രഹിച്ചാലും അളല്ലഹുല്ലാഹ്, മുൻഗാമികൾ പറയുന്നു, അല്ലാഹു വരെ വഴികേടിലാക്കാതിരിക്കുകയില്ല. വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അതല്ലാഹുവിന്റെ ബലവത്തായ പാശമാണ്. അല്ലാഹു ചില ഹദീസുകളിൽ കാണാവുന്നത് പോലെ ആകാശത്ത് നിന്ന് അല്ലാഹു നമുക്ക് നീട്ടി നൽകിയ ഹബ്ലുല്ലാഹിൽ മംദൂദ്, നമ്മൾ പിടിവിടാതെ മരണം വരെ മുറുകെ പിടിക്കേണ്ടുന്ന വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ അല്ലാഹുവിന്റെ ബലവത്തായ പാശമാണത്, നമ്മൾ മുറുകെ പിടിക്കുക. വനൂറുഹുൽ മുബീൻ, അവൻ സുവ്യക്തമായി നമ്മൾക്ക് ആകാശ ലോകത്ത് നിന്ന് വഹ്യായി ഇവിടെ അവതരിപ്പിച്ച പ്രകാശമാണത്, വെളിച്ചമാണത്. അതിനെ വെല്ലുന്നൊരു പ്രകാശവുമില്ല തന്നെ. വദിക്റുൽ ഹകീം, യുക്തി സമ്പൂർണമായ, സാരസമ്പൂർണമായ, ഹൃദയങ്ങളെ പിടിച്ചു തുളുക്കുന്ന ഉത്ബോധനമാണത്. വഹുവ സിറാത്തുൽ മുസ്തഖീം, അതെ, അതാണ് ശരിയായ നേരായ ഒരേ ഒരു മാർഗം, സിറാത്തുൽ മുസ്തഖീം. വഹുവല്ലദീ ലാ തസീഗു ബിഹിൽ അഹ്വാ, ആ ഖുർആൻ ആരാണോ പിന്തുടരുന്നത്, അത് വായിക്കേണ്ടതുപോലെ വായിച്ച് അതിന്റെ ആശയം പിന്തുടരുന്നവരാരാണോ, അവരുടെ ഇഷ്ടങ്ങൾ വ്യതിചലിച്ചു പോകുകയില്ല, അവരുടെ സ്വന്തം താല്പര്യങ്ങൾ ഇസ്ലാമികേതരമാകുകയില്ല, ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുകയില്ല. വലാ തൽതബിസു ബിഹിൽ അൽസിന, ആ ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിച്ചു പറയുന്നവരാരാണോ, ആ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നവരാരാണോ,
അവരുടെ സംസാരങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുകയില്ല. വലാ തതശഅബു മഅഹുൽ ആറാ, ആ ഖുർആൻ അത് നടപ്പിലാക്കുന്ന ഖുർആനിന്റെ സന്ദേശം അത് മുൻഗാമികൾ സലഫ് സ്വാലിഹീങ്ങൾ അതിനാദ്യം കേട്ട സ്വഹാബത്ത് താബഈങ്ങൾ അവർ കൈമാറി തന്നതുപോലെ ഖുർആനിന്റെ സന്ദേശങ്ങൾ മുറുകെ പിടിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നവരാരാണോ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുകയില്ല, ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുകയില്ല. വലാ യശ്ബഉ മിൻഹുൽ ഉലമാ, ഖുർആനിനെ പഠിക്കുന്നവർ, ഖുർആനിനെ ഹൃദയത്തിലും വാക്കിലും പ്രവർത്തനത്തിലും സ്വീകരിച്ച പണ്ഡിതന്മാർ, അവർക്ക് ആ ഖുർആൻ കൊണ്ട് മതി വരികയില്ല. ഖുർആൻ എത്ര പഠിച്ചാലും അവർക്ക് മതി വരികയില്ല. വലാ യമല്ലുഹുൽ അത്ഖിയാ, സാധാരണക്കാരായ ഖുർആനിനെ നെഞ്ചേറ്റിയ അല്ലാഹുവിനെ ഭയക്കുന്നവർ, അവർക്ക് ഖുർആൻ ഒരിക്കലും മടുക്കുകയേയില്ല. ഖുർആൻ കൊണ്ട് അവർക്ക് മടുക്കുകയില്ല. വലാ യഖ്ലഖു അലാ കസ്റത്തിർ റദ്, എത്ര നിങ്ങൾ ആവർത്തിച്ചു പാരായണം ചെയ്താലും, എത്ര ആവർത്തി നിങ്ങൾ ഖതമോദി തീർത്താലും ഇല്ല, ഖുർആനിന്റെ പാരായണം കൊണ്ട് അത് പഴകിത്തീരുന്നില്ല. ഓരോ പാരായണവും നിങ്ങൾക്ക് പുത്തുണർവും പുതുനന്മയും നൽകുമെന്നല്ലാതെ ഖുർആനിന്റെ പാരായണം, ആവർത്തിച്ചുള്ള പാരായണം അതിന് പഴക്കം സംഭവിപ്പിക്കുകയില്ല. വലാ തൻഖളി അജായിബു, ഇല്ല അതിന്റെ അത്ഭുതങ്ങൾ തീരുന്നില്ല. മൻ അലിമ ഇൽമഹു സബഖ, ഖുർആനിന്റെ അറിവ്, ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്, ഏറ്റവും ഉദാത്തമായ അറിവ്, ഏറ്റവും സമ്പൂർണമായ യുക്തിസഹജമായ അറിവ്, ഖുർആനിന്റെ അറിവ് ആരറിഞ്ഞോ സബഖ, അവനാണ് വിജ്ഞാനത്തിൽ മുമ്പിലെത്തിയവൻ, അവനാണ് ഏറ്റവും വലിയ വിദ്യാസമ്പന്നൻ, ഖുർആനിനെ അറിഞ്ഞവൻ. വമൻ ഖാല ബിഹി സദഖ, ആരാ ഖുർആൻ കൊണ്ട് ശബ്ദിച്ചുവോ, ആരാ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നുവോ അവനാണ് സത്യസന്ധൻ, അവനാണ് സത്യം പറഞ്ഞവൻ. വമൻ ഹകമ ബിഹി അദൽ, ആരാണോ ആ ഖുർആൻ കൊണ്ട് വിധിച്ചവൻ അവനാണ് ഏറ്റവും നീതിയുക്തനായ ഭരണാധികാരി, അവനാണ് ഏറ്റവും നീതിമാൻ. വമൻ അമില ബിഹി ഉജിർ, ആരാണോ ആ ഖുർആൻ കൊണ്ട് പ്രവർത്തിച്ചത് അവനാണ് കണക്കില്ലാത്ത സുഖങ്ങളുടെ ലോകമായ സ്വർഗത്തിലെ തീരാ പ്രതിഫലങ്ങൾ ലഭിക്കുന്നവൻ, അവനാണ് അല്ലാഹുവിന്റെ സ്വർഗം പ്രതിഫലമായി ലഭിക്കുന്നവൻ. വമൻ ദആ ഇലൈഹി ഹുദിയ ഇലാ സിറാത്തി മുസ്തഖീം, ആരാണ് ആ ഖുർആനിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്, അവൻ ആരാണ് ആ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നത് അവനാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക്, സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടവൻ, ഹിദായത്ത് ലഭിക്കപ്പെട്ടവൻ. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم بلغنا إلى رمضان وبلغ إلينا رمضان. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين.